നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പൂച്ചക്കാട്ട് പ്രവാസി വ്യവസായി MC ഗഫൂർ ഹാജിയുടെ കൊലപാതകം. കൂടുതൽ പേരിലേക്ക് അന്വേഷണം വ്യാപിച്ച് പോലീസ്. ഇന്ത്യൻ ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറുടെ ചരമദിനം. കാസർഗോഡ് ജില്ലയിൽ വിപുലമായ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചു. ദിശ ഹയർ സ്റ്റഡീസ് എക്സ്പോയ്ക്ക് GHSS ചെർക്കളയിൽ തുടക്കമായി. വിദ്യാഭ്യാസ ജില്ലയിലെ 4000-ഓളം വിദ്യാർത്ഥികൾ പങ്കെടുക്കും. FSETOയുടെ നേതൃത്വത്തിൽ ജീവനക്കാർ കാസർഗോഡ് ഇൻകം ടാക്സ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. സമരത്തിൽ നിരവധി പേർ പങ്കെടുത്തു. പിറന്നാൾ ദിനം നീലേശ്വരം നരിമാളം ജ്യോതി ഭവൻ ബദിരമുഖ വിദ്യാലയത്തിൽ കുട്ടികളോടൊപ്പം ആഘോഷിച്ച് പ്രാദേശിക കാർഷിക ശാസ്ത്രജ്ഞൻ P. ദിവാകരൻ കടിഞ്ഞമൂല. കാസർഗോഡ് ജില്ലയിലെ പ്രധാന ദേവീ ക്ഷേത്രമായ ഹോസ്ദുർഗ് മാരിയമ്മ ക്ഷേത്രം വികസനത്തിന്റെ പാതയിൽ പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള നിധി ശേഖരണ ചടങ്ങ് നടന്നു. അജാനൂർ ന്യൂ പവർ ലേഡീസ് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. ക്യാഷ് അവാർഡ് വിതരണവും നടത്തി. വാർത്തകൾ വിശദമായി. പൂച്ചക്കാട്ട് പ്രവാസി വ്യവസായി MC ഗഫൂർ ഹാജിയുടെ കൊലപാതകം. കൂടുതൽ പേരിലേക്ക് അന്വേഷണം വ്യാപിച്ച് പോലീസ്. ഗഫൂർ ഹാജിയിൽ നിന്നും തട്ടിയെടുത്ത സ്വർണം വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം. ഇതിനിടയിൽ തെളിവെടുപ്പിനായി പ്രതികളെ വീട്ടിലെത്തിച്ചപ്പോൾ രോഷാകുലരായി നാട്ടുകാർ. 3.5 കോടിയിലേറെ രൂപ വില വരുന്ന സ്വർണം കാണാതായതാണ് വീട്ടുകാരിലും ബന്ധുക്കളിലും ഒപ്പം നാട്ടുകാരിലും ഗഫൂർ ഹാജിയുടെ മരണത്തിൽ സംശയം പ്രകടിപ്പിച്ചത്. സ്വാഭാവിക മരണമാണെന്നാണ് ആദ്യം കരുതിയിരുന്നതെങ്കിലും ബന്ധുക്കളിൽ നിന്നായി ഗഫൂർ ഹാജി വാങ്ങിയ സ്വർണം വീട്ടിൽ നിന്ന് കാണാതായതോടെയാണ് സംശയം ഇരട്ടിപ്പിച്ചത്. DCRB DYSP KJ ജോൺസണിന് അന്വേഷണ ചുമതല നൽകിയത് കഴിഞ്ഞ 10-നാണ്. ജില്ലാ പോലീസ് മേധാവി D. ശില്പയുടെ മേൽനോട്ടത്തിലായിരുന്നു കേസ് അന്വേഷണം. പ്രതികളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിയ വലിയ തുക എവിടെ നിന്ന് വന്നുവെന്ന അന്വേഷണമാണ് കേസിൽ നിർണായകമായത്. കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി പ്രത്യേക സംഘം കാസർഗോഡ് നഗരത്തിലെ ചില പ്രമുഖ വ്യാപാരികൾ ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്യും. കേസിൽ മൊഴി രേഖപ്പെടുത്തിയ ചില സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് ലഭിച്ച വിവരത്തെ തുടർന്നാണ് നടപടി. ഒരു വ്യാപാരിയെ ഇതിനകം ചോദ്യം ചെയ്തു. മൊഴി രേഖപ്പെടുത്തിയ സംഘം മറ്റുള്ളവരെയും ഉടൻ ചോദ്യം ചെയ്തേക്കും. കാണാതായ 596 പവൻ സ്വർണ്ണാഭരണങ്ങൾ ആരുടെ കൈവശമൊക്കെ എത്തിയെന്നറിയാനാണ് ഇവരെ ചോദ്യം ചെയ്യുക. ഇതിനിടയിൽ പ്രതികളെ കാസർഗോഡ് നഗരത്തിലെ ജ്വല്ലറികളിൽ എത്തിച്ച് വിൽപ്പന നടത്തിയ 29 പവൻ സ്വർണ്ണാഭരണം കണ്ടെടുത്തു. അറസ്റ്റിലായ 4 പേരെയും ഹോസ്ദുർഗ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഹാജരാക്കിയത്. ബാക്കി സ്വർണം കൂടി കണ്ടെടുക്കുന്നതിനും തുടരന്വേഷണത്തിനുമായി പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങുമെന്നും പോലീസ് അറിയിച്ചു. പ്രതികളെ ഗഫൂർ ഹാജിയുടെ വീട്ടിൽ തെളിവെടുപ്പിനെത്തിച്ചപ്പോൾ നാട്ടുകാർ രോഷപ്രകടനം നടത്തി. പ്രതികളായ ജിന്നുമ എന്ന ഷമീമ, ഉബൈസ്, അസ്നീഫ, ആയുഷ എന്നിവരെയാണ് കൊലപാതകം നടന്ന വീട്ടിൽ തെളിവെടുപ്പിനായി എത്തിച്ചത്. 100 ആളുകളാണ് തെളിവെടുപ്പ് സമയം വീടിന് ചുറ്റും തടിച്ചുകൂടിയത്. ഗഫൂർ ഹാജിയുടെ കുടുംബാംഗങ്ങളും നാട്ടുകാരും പ്രതികൾക്ക് നേരെ രോഷാകുലരായി. എഴുതിത്തള്ളുമെന്ന് ഒരു ഘട്ടത്തിൽ നാട്ടുകാരും വീട്ടുകാരും കരുതിയ ഗഫൂർ ഹാജി കേസ് 4 പേരുടെ അറസ്റ്റിൽ കലാശിച്ചതിനു പിന്നിൽ കർമ്മസമിതിയുടെ ഇടപെടലും എടുത്തു പറയേണ്ടതാണ്. ഖബറിടത്തിൽ നിന്ന് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തിയതിനു പിറകെയാണ് നാട്ടുകാർ കർമ്മസമിതി രൂപീകരിച്ചത്. ഹസൈന റാമു ഹാജി ചെയർമാനും സുകുമാരൻ പൂച്ചക്കാട് കൺവീനറും BM മൂസ ട്രഷററുമായ കർമ്മസമിതി നിരവധി സമര പരിപാടികൾക്കാണ് നേതൃത്വം നൽകിയത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ജനാധിപത്യ അവകാശങ്ങൾ ഉറപ്പു നൽകിയ ഭരണഘടനയാണ് ഡോക്ടർ BR അംബേദ്കർ രാജ്യത്തിന് സംഭാവന നൽകിയതെന്ന് DCC വൈസ് പ്രസിഡന്റ് BP പ്രദീപ് കുമാർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കാഞ്ഞങ്ങാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
ഡോക്ടർ BR അംബേദ്കറിന്റെ 68ാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കാഞ്ഞങ്ങാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് മാന്തോപ്പ് മൈതാനിയിൽ അനുസ്മരണ സമ്മേളനവും പുഷ്പാർച്ചനയും നടന്നു. DCC വൈസ് പ്രസിഡന്റ് BP പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. എല്ലാ വിഭാഗം ജനങ്ങളെയും ഏകോദര സഹോദരന്മാരായി ഒന്നിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനും കൊടികുത്തിയ ജാതി വ്യവസ്ഥകൾക്കിടയിൽ നിന്നും പാവപ്പെട്ടവനെ, പിന്നോക്കം നിൽക്കുന്നവനെ, അവൻ്റെ എല്ലാ അവകാശങ്ങളും സംരക്ഷിക്കാനും അതിന് ഭരണഘടനാപരമായ മൗലികമായ അവകാശങ്ങൾ അവന് എഴുതി ചേർത്തുകൊണ്ട് അതിനുള്ള എല്ലാ പരിരക്ഷയും നൽകിക്കൊണ്ടുള്ള ഒരു മഹത്തായ ഭരണഘടന ഈ രാജ്യത്തിനുണ്ടാക്കിയെടുക്കാൻ ആ ഭരണഘടന രൂപീകരിക്കുന്ന വേളയിൽ അതിൻ്റെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായി BR അംബേദ്കർ എന്ന് പറയുന്ന പിന്നോക്ക വിഭാഗത്തിൻ്റെ അധസ്ഥിത വിഭാഗത്തിൻ്റെ ഒരു പ്രതിനിധിയായി അദ്ദേഹത്തിന് അത് ഏൽപ്പിച്ചത് കൊണ്ടാവാം ഒരുപക്ഷെ ഇന്ന് രാജ്യം കാണുന്ന തരത്തിൽ ഏറ്റവും മഹത്തായ ഒരു ഭരണഘടന, ലോകത്ത് ഏറ്റവും അപൂർവമായ. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഉമേശൻ വേളൂർ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് KP ബാലകൃഷ്ണൻ, മത്സ്യത്തൊഴിലാളി ജില്ലാ പ്രസിഡന്റ് KK ബാബു, ബഷീർ ആറങ്ങാടി, തമ്പാൻ P, NK രത്നാകരൻ, വിനോദ് ആവിക്കര, ശുഭൻ ഉപ്പിലിക്കൈ, സിജോ അമ്പാട്ട്, വിനീത് HR, P സുരേഷ് ബാബു, രവീന്ദ്രൻ അജാനൂർ കടപ്പുറം തുടങ്ങിയവർ സംസാരിച്ചു. അനിൽ വാഴുന്നുറടി സ്വാഗതവും M കുഞ്ഞികൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇന്ത്യൻ ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറുടെ ചരമദിനം തൃക്കരിപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വത്തിൽ ആചരിച്ചു. പ്രിയദർശിനി മന്ദിരത്തിൽ നടന്ന അനുസ്മരണ യോഗം കാസർഗോഡ് DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പ്രിയദർശിനി മന്ദിരത്തിൽ തൃക്കരിപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡോക്ടർ അംബേദ്കർ അനുസ്മരണ യോഗവും പുഷ്പാർച്ചനയും നടന്നു. അംബേദ്കർ അനുസ്മരണ യോഗം കാസർഗോഡ് DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ അംബേദ്കർ തന്റെ ബാല്യകാലങ്ങളൊക്കെ ഇന്ത്യയിലെ കൂരിരുട്ട് നിറഞ്ഞ ഒരു കാലഘട്ടത്തിൽ തൊട്ടുകൂടായ്മയും ചിണ്ടിക്കൂടായ്മയും അധികൃതരായ ആളുകൾക്ക് പൊതു പൈപ്പിൽ നിന്ന് വെള്ളം കുടിക്കാൻ പോലും അവകാശം നിഷേധിച്ച ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന്റെ സ്വന്തം പ്രയത്നം കൊണ്ട് അദ്ദേഹം വിദ്യാഭ്യാസത്തിലൂടെ ഉന്നതിയിലെത്തിയുമുണ്ട് ഇന്ത്യയുടെ ഭരണഘടനയുടെ സൃഷ്ടാവായി മാറിയിരിക്കുന്നത്. പ്രിയപ്പെട്ട ഡോക്ടർ അംബേദ്കറുടെ ഈ ഓർമ്മ ദിനത്തിൽ അദ്ദേഹത്തിന്റെ സേവനങ്ങളെ പൂർണ്ണമായി പ്രകീർത്തിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഒന്നുകൂടി പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ചെയ്യും. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KV വിജയൻ അധ്യക്ഷനായി. DCC ജനറൽ സെക്രട്ടറി KP പ്രകാശൻ, UDF നിയോജക മണ്ഡലം ചെയർമാൻ P കുഞ്ഞിക്കണ്ണൻ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് M രജീഷ് ബാബു, DCC നിർവാഹക സമിതി അംഗം PV കണ്ണൻ മാസ്റ്റർ, ദേശീയ കർഷക തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ C രവി, KV ജതീന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം C ചന്ദ്രമതി, KP ദിനേശൻ, E രാജേന്ദ്രൻ, PV പത്മജ, K അശോകൻ, മുട്ടത്ത് രാജു, മുഹമ്മദ് അലി ആലപ്പി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ദിശ ഹയർ സ്റ്റഡീസ് എക്സ്പോയ്ക്ക് GHSS ചെർക്കളയിൽ തുടക്കമായി. 2 ദിവസങ്ങളിലായി നടക്കുന്ന എക്സ്പോയിൽ വിദ്യാഭ്യാസ ജില്ലയിലെ 4000-ഓളം വിദ്യാർത്ഥികൾ പങ്കെടുക്കും. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസന്റ് കൗൺസിലിംഗ് സെല്ലിന്റെ ആഭിമുഖ്യത്തിൽ കാസർഗോഡ് വിദ്യാഭ്യാസ ജില്ലയിലെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി ദിശ ഹയർ സ്റ്റഡീസ് എക്സ്പോ 2024 തുടക്കം കുറിച്ചു. നൂതന കോഴ്സുകളും തൊഴിൽ മേഖലകളും ഉപരിപഠന സാധ്യതകളും പരിചയപ്പെടുത്തുന്ന കരിയർ സ്റ്റാളുകൾ, കരിയർ സെമിനാറുകൾ, വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന കരിയർ മേഖലയിലൂന്നിയ ഗവേഷണ പ്രബന്ധങ്ങൾ, കേഡാറ്റ് അഭിരുചി നിർണയ പരീക്ഷ എന്നിവ ദിശയുടെ ഭാഗമായി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ ജില്ലയിലെ 4000-ഓളം വിദ്യാർത്ഥികളാണ് എക്സ്പോയിൽ എത്തിച്ചേരുക. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലെ 20ഓളം സ്ഥാപനങ്ങളുടെ സ്റ്റാളുകൾ പങ്കെടുക്കുന്നുണ്ട്. ഉന്നത വിദ്യാഭ്യാസ പ്രദർശനത്തിന്റെ ഉദ്ഘാടനം കാസർഗോഡ് MLA NA നെല്ലിക്കുന്ന് നിർവഹിച്ചു. ലോകങ്ങളിൽ പറഞ്ഞിട്ടുള്ള കുട്ടികളോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഒരുപക്ഷെ പരീക്ഷയിൽ 100 മാർക്കുവാൻ വിജയിക്കുന്നുണ്ടാവും. സ്കൂളിൽ നല്ല കുട്ടികളായിരുന്നു. പക്ഷേ വീട്ടിൽ പോയാൽ നമ്മൾ ഉമ്മയെയും അനുസരിക്കില്ല, ഉപ്പയെയും അനുസരിക്കില്ല, അച്ഛനെയും അമ്മയെയും ഒന്നും അനുസരിക്കില്ല. അപ്പോൾ ജീവിതത്തിൽ നമ്മൾ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നമ്മുടെ ഉമ്മയെ, അച്ഛനെ, അമ്മയെ ഒക്കെ നമ്മൾ അനുസരിക്കണം. ഞാൻ പറയും, ഒരു കാര്യത്തിൽ മാത്രം നിങ്ങൾ ഉപ്പയെയും അനുസരിക്കാൻ പാടില്ല, ഉമ്മയെയും അനുസരിക്കാൻ പാടില്ല. അത് ഏത് കാര്യത്തിലാണ്? നിങ്ങൾക്ക് ചിലപ്പോൾ അധ്യാപകനാകാനായിട്ട് താല്പര്യം, അല്ലെങ്കിൽ ഒരു അധ്യാപികയാകാനായിട്ട് താല്പര്യം.
ചെങ്കള ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സമീർ എടനീർ അധ്യക്ഷത വഹിച്ചു. ഹയർ സെക്കൻഡറി ജില്ലാ അസിസ്റ്റന്റ് കോർഡിനേറ്റർ മോഹനൻ പി, ചെർക്കള ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ വിനോദ് കുമാർ TV, CG&AC ജില്ലാ കോർഡിനേറ്റർ മേസൺ കെ, കാസർഗോഡ് CG&AC കൺവീനർ C മനോജ് കുമാർ, ചെർക്കള ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ്മാസ്റ്റർ മുഹമ്മദ് അലി TK, CG&AC കാഞ്ഞങ്ങാട് കൺവീനർ പ്രവീൺ കുമാർ C, സീനിയർ അസിസ്റ്റന്റ് സമീർ മാസ്റ്റർ TA, ഹയർ സെക്കൻഡറി സീനിയർ അസിസ്റ്റന്റ് രഘുനാഥ് M, റോജിൻ ജോസഫ് എന്നിവർ സംബന്ധിച്ചു. ശനിയാഴ്ച നടക്കുന്ന സമാപന യോഗം ഹയർ സെക്കൻഡറി ജില്ലാ കോർഡിനേറ്റർ അരവിന്ദാക്ഷന്റെ അധ്യക്ഷതയിൽ ഹയർ സെക്കൻഡറി കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസന്റ് സ്റ്റേറ്റ് കോർഡിനേറ്റർ ഡോക്ടർ അസീം CM ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് FSETOയുടെ നേതൃത്വത്തിൽ സംസ്ഥാന ജീവനക്കാരും കാസർഗോഡ് ഇൻകം ടാക്സ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. സംസ്ഥാന വ്യാപകമായുള്ള സമരത്തിന്റെ ഭാഗമായാണ് കാസർഗോട്ടും മാർച്ചും ധർണയും നടത്തിയത്. നിരവധി പേർ സമരത്തിൽ പങ്കെടുത്തു. PFRDA നിയമം പിൻവലിക്കുക, പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കുക, ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക, DA ശമ്പള പരിഷ്കരണ കുടിശ്ശികകൾ അനുവദിക്കുക, കേന്ദ്ര ഗവൺമെന്റിന്റെ കേരളത്തോടുള്ള സാമ്പത്തികോപരോധം അവസാനിപ്പിക്കുക, മെഡിസെപ് ഭവന വായ്പാ പദ്ധതി തുടങ്ങിയവ അപാകത പരിഹരിച്ച് നടപ്പാക്കുക, ദേശീയ വിദ്യാഭ്യാസ നയം പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സെക്രട്ടേറിയറ്റിലേക്കും ജില്ലാ കേന്ദ്രങ്ങളിലേക്കും നടത്തിയ മാർച്ചിന്റെ ഭാഗമായി FSETO കാസർകോട്ട് മാർച്ചും ധർണയും നടത്തി. കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ നടന്ന ധർണ FSETO സംസ്ഥാന ട്രഷറർ M ഷാജഹാൻ ഉദ്ഘാടനം ചെയ്തു. 2014 ആരോഗ്യ മേഖലയിലുള്ള തുക മാറ്റിവെക്കപ്പെട്ടിട്ടുള്ളത് കേന്ദ്ര സർക്കാർ മാറ്റിവെക്കപ്പെട്ടിട്ടുള്ളത് 2014 3.8%, GDPയുടെ 3.8% മാറ്റിവെക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഇന്ന് അത് കുറഞ്ഞ് 2024 ആയപ്പോൾ 2.6% എന്നുള്ള നിലയിലേക്ക് കുറഞ്ഞു വന്നിട്ടുണ്ട് എങ്കിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ GSDPയുടെ 5.6% എന്നുള്ള നിലയിലേക്ക് കൊടുക്കുന്ന തരത്തിലേക്ക് വരുന്നു. ഈ ഒരു അന്തരമാണ് കേരളത്തെ നമ്മുടെ രാജ്യവുമായും അതുപോലെ തന്നെ രാജ്യത്തെ ബാക്കി 27 സംസ്ഥാനങ്ങളുമായും വ്യത്യസ്തപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാനുള്ളത്. ജില്ലാ പ്രസിഡന്റ് K ഭാനുപ്രകാശ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി K ഹരിദാസ് സ്വാഗതം പറഞ്ഞു. KSTA സംസ്ഥാന സെക്രട്ടറി K രാഘവൻ, V ചന്ദ്രൻ, T ദാമോദരൻ, T പ്രകാശൻ അമ്പിളി, B രാധാകൃഷ്ണൻ, KV രാഘവൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഇടവേള. Break the mold. Embrace your uniqueness. Unleash the extraordinary. Write your own story. One vow at a time. Celebrating Vivah by Shobika Weddings. ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയാ. പൊന്നിന്മേറ്റുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും. കണ്ണെഴുത്തുകോൺ, പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം, കാഞ്ഞങ്ങാട്. സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, കോട്ടപ്പാറ, കാഞ്ഞങ്ങാട്. വിദ്യാഭ്യാസ രംഗത്ത് ഉത്തര മലബാറിൽ അത്യുന്നതിയിലേക്ക് കുതിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, അഫിലിയേറ്റഡ് ടു കണ്ണൂർ യൂണിവേഴ്സിറ്റി. ആധുനികവും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ളതുമായ മികച്ച ക്യാമ്പസ്, പരിചയസമ്പന്നരായ അധ്യാപകർ, മികച്ച ലൈബ്രറി, വാഹന സൗകര്യം എന്നിവ ഉറപ്പു നൽകുന്നു. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, കോട്ടപ്പാറ, കാഞ്ഞങ്ങാട്. ജൈവജില്ലയായ കാസർഗോഡിന്റെ സ്വന്തം ജൈവവളം ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കാസർഗോഡ് കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് 100% ജൈവരീതിയിൽ തയ്യാറാക്കുന്ന ജൈവവളം. ജൈവ ഘടകങ്ങൾ കൃത്യമായ അളവിൽ ചേർത്ത് മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പ്രോസസ്സിംഗിലൂടെ തയ്യാറാക്കുന്ന വളം
നിങ്ങളുടെ ഏത് കൃഷിക്കും അത്യുൽപാദന ശേഷി ഉറപ്പുതരുന്നു. കൂടാതെ ജീവാണുവളം ആവശ്യാനുസരണം തയ്യാറാക്കി നൽകുന്നു. കർഷകർക്കായി പ്രത്യേകം തയ്യാറാക്കുന്ന പച്ച കക്കപ്പൊടി, ചാണകപ്പൊടി, അത്യുൽപാദന ശേഷിയുള്ള തെങ്ങ്, കമുങ്ങ്, മാവ്, പ്ലാവ് തുടങ്ങിയ ഫലവൃക്ഷ തൈകൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നു. സ്വന്തം ഫാമിൽ തയ്യാറാക്കുന്ന നാടൻ തേനും ലഭ്യമാണ്. ഇനി നിങ്ങളുടെ കൃഷിയും 100 മേനി വിളയട്ടെ. ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കോൺടാക്ട് 8547 977188 8547 349188. വിദഗ്ധ ഡെർമറ്റോളജിസ്റ്റുകളുടെ സേവനവുമായി ചർമ്മ സൗന്ദര്യ സംരക്ഷണത്തിനായുള്ള അതിനൂതന സാങ്കേതിക വിദ്യയോടുകൂടിയ സ്കിൻ, ഹെയർ ആൻഡ് ലേസർ സെന്റർ ഇനി കാഞ്ഞങ്ങാടിന് സ്വന്തം. നിങ്ങളുടെ ചർമ്മം, മുടി, നഖം എന്നിവയെ ബാധിക്കുന്ന എല്ലാത്തരം രോഗങ്ങൾക്കും ഒരു ശാശ്വത പരിഹാരം. പ്രൈം സ്കിൻ ക്ലിനിക്, നോർത്ത് കോട്ടച്ചേരി, കാഞ്ഞങ്ങാട്. ഹൈഡ്ര ഫേഷ്യൽ, മെഡിഫേഷ്യൽ, ബോട്ടോക്സ് ഫില്ലർ, ത്രെഡ് ലിപ്സ്, സോറിയാസിസ്, വെള്ളപ്പാണ്ടിനുള്ള ചികിത്സ, മുഖക്കുരുവും കറുത്ത പാടുകളും മാറുന്നതിനുള്ള നൂതന സ്കിൻ പീലുകൾ, ഫേഷ്യൽ റെജുവിനേറ്റർ, മുഖത്തും ദേഹത്തുമുള്ള പാടുകൾക്കുള്ള ചികിത്സ, കാർബൺ പീൽ, ടാറ്റു റിമൂവൽ, മറുക്, അരിമ്പാറ, പാലുണ്ണി എന്നിവയ്ക്കുള്ള ചികിത്സ, ലേസർ ഹെയർ റിഡക്ഷൻ, മുടികൊഴിച്ചിലിനുള്ള ചികിത്സ എന്നിങ്ങനെ എല്ലാത്തരം ചികിത്സാ സൗകര്യവും ലഭ്യമായ കാസർഗോഡ് ജില്ലയിലെ ഏക സ്ഥാപനം പ്രൈം സ്കിൻ ക്ലിനിക്, നോർത്ത് കോട്ടച്ചേരി, നിയർ ഭീമ ജ്വല്ലറി, കാഞ്ഞങ്ങാട്. കോൺടാക്ട് നമ്പർ 9895 413 028. DTC MRI ഡയഗ്നോസ്റ്റിക് സെന്റർ ആരോഗ്യപരിപാലന രംഗത്ത് കൃത്യമായ രോഗനിർണയം, ചികിത്സയോളം പ്രാധാന്യമുള്ളതാണ്. വടക്കേ മലബാറിൽ അതിനൂതന ലാബ് സൗകര്യങ്ങളോട് കൂടി അൾട്രാസൗണ്ട് സ്കാനിംഗ് സൗകര്യവും മികച്ച ഫാർമസിയും 24 മണിക്കൂർ പ്രവർത്തന സജ്ജമായ ഉത്തര മലബാറിലെ ഏറ്റവും മികച്ച അഡ്വാൻസ്ഡ് 1.5 ടെസ്ല MRI സ്കാനിംഗ് സംവിധാനവും ഒരുക്കിയിരിക്കുന്നു. 1.5 ടെസ്ല സംവിധാനത്തിൽ സിഗ്നൽ ടു നോയിസ് അനുപാത മികവ്, വ്യക്തതയോടുകൂടിയ പരിശോധനാ ഫലം ലഭ്യമാകുന്നു. വിദഗ്ധരായ മെഡിക്കൽ ഇമേജിംഗ് ടെക്നീഷ്യന്മാരുടെ സേവനത്തോടെ ഇനി പരിശോധനകൾ കൃത്യവും എളുപ്പവുമാകട്ടെ. DDC MRI ഡയഗ്നോസ്റ്റിക് സെന്റർ, ഓപ്പോസിറ്റ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ, തോയമൽ, കാഞ്ഞങ്ങാട്. ഫോൺ 8848 628282. വാർത്തകൾ തുടരുന്നു. പിറന്നാൾ ദിനം നീലേശ്വരം നരിമാളം ജ്യോതിഭവൻ ബദിരമൂക വിദ്യാലയത്തിലെ കുട്ടികൾക്കൊപ്പം ആഘോഷിച്ച് പ്രാദേശിക കാർഷിക ശാസ്ത്രജ്ഞൻ P. ദിവാകരൻ കടിഞ്ഞുമൂല. ഔഷധ സസ്യം, ഫലവൃക്ഷ തൈകൾ, പഴവർഗ്ഗങ്ങൾ എന്നിവ വിതരണം ചെയ്തു. പ്രാദേശിക കാർഷിക ശാസ്ത്രജ്ഞൻ P. ദിവാകരൻ കടിഞ്ഞിമുലയുടെ ജന്മദിനാഘോഷം നീലേശ്വരം നരിമാളം ജ്യോതിഭവൻ ബദിരമൂക വിദ്യാലയത്തിൽ നടന്നു. സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും അധ്യാപകർക്കും മറ്റ് ജീവനക്കാർക്കും അദ്ദേഹം ഔഷധ സസ്യവും ഫലവൃക്ഷ തൈകളും പഴവർഗ്ഗങ്ങളും നൽകി. സ്കൂൾ ലീഡർ ആൽബിൻ ജോസഫ് ദിവാകരനെ ഷാൾ അണിയിച്ച് ആദരിച്ചു. സ്കൂൾ കോർഡിനേറ്റർ സിസ്റ്റർ റീന കെ ദിവാകരന് ഉപഹാരം കൈമാറി. ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ സോഫിയാമ്മ KT, സിസ്റ്റർ ലാലി കുര്യൻ എന്നിവർ സംസാരിച്ചു. കാസർഗോഡ് ജില്ലയിലെ പ്രധാന ദേവീ ക്ഷേത്രമായ ഹോസ്ദുർഗ് മാരിയമ്മ ക്ഷേത്രം വികസനത്തിന്റെ പാതയിൽ. പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള നിധി ശേഖരണ ചടങ്ങ് നടന്നു. പ്രസിദ്ധവും ഐതിഹ്യ സമ്പന്നവുമാണ് കാസർഗോഡ് ജില്ലയിലെ ഹോസ്ദുർഗ് മാരിയമ്മ ക്ഷേത്രം. ജില്ലയിലെ പ്രധാന ദേവീക്ഷേത്രങ്ങളിലൊന്നായ ഹോസ്ദുർഗ് മാരിയമ്മ ക്ഷേത്രം വികസനത്തിന്റെ പാതയിലാണ്. ക്ഷേത്ര ചുറ്റുമതിൽ, ഗോപുരം, നടപ്പന്തൽ, തന്ത്രിമഠം എന്നിവയാണ് വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഒരുക്കുന്നത്. പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള നിധി ശേഖരണ ചടങ്ങ് നടന്നു. തന്ത്രി വാരിക്കാട്ട് പരമേശ്വരത്തായർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഈ ഗോപുരം ചുറ്റുമതിൽ മാത്രമല്ല, ഇവിടെ ഒരു തീർത്ഥക്കുളവും ആവശ്യമാണ്. അത് ഈ അമ്പലമായി ബന്ധപ്പെട്ട് എവിടെയെങ്കിലും ഈ കുളം ഉണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഒരു സ്ഥാനം കണ്ട് അതിന് ഇപ്പോഴേ സ്ഥാനം കണ്ടുവെക്കണം. അതായത് കൊടിമര പ്രതിഷ്ഠ വരുമ്പോൾ ആറാട്ട് മഹോത്സവം വേണമല്ലോ, അതിനുള്ള സൗകര്യം ഇപ്പോഴേ കണ്ടുവെക്കേണ്ടതാണ്. അപ്പോൾ ഈ ധനശേഖരണം എല്ലാ നല്ല വിജയത്തിൽ എത്തിച്ച് ഈ ഗോപുരവും ചുറ്റുമതിലും എല്ലാം ദേവിയുടെ അനുഗ്രഹം കൊണ്ട് എല്ലാം തീർത്ത് എല്ലാവരും സഹകരിച്ച് എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാക്കട്ടെ എന്ന് ഞാൻ ദേവിയോട് പ്രാർത്ഥിക്കുന്നു. മാരിയമ്മ സേവാ സമിതി പ്രസിഡന്റ് HN രാജേഷ് ആദ്യ തുക കൈമാറി. ഡോക്ടർ വിവേക് സുധാകരൻ അധ്യക്ഷനായി. നിതിൻ നാഗരാജ് നായക് ബ്രൗഷർ പ്രകാശനം നിർവഹിച്ചു. B. രാധാകൃഷ്ണൻ ഏറ്റുവാങ്ങി.
ക്ഷേത്രം മേൽശാന്തി പുതുമന സുബ്രഹ്മണ്യൻ നമ്പൂതിരി, ട്രസ്റ്റി ബോർഡ് ചെയർമാൻ ബി മുകുന്ദപ്രഭു, എക്സിക്യൂട്ടീവ് ഓഫീസർ എം മഹേഷ്, നവീകരണ കമ്മിറ്റി സെക്രട്ടറി ടി.പി. ഗംഗാധരൻ, എം ബൽരാജ് നായിക്, എച്ച്.ആർ. ശ്രീധരൻ, ക്ഷേത്ര ഭരണസമിതി അംഗം എം സുരേഷ്, സേവാസമിതി സെക്രട്ടറി രാജേഷ് പ്രസാദ്, ഗംഗാധരൻ കൂവൽപ്പള്ളി, വിനോദ് കരുണൻ, കെ.വി. ബാബുരാജ്, മഹാസതി ക്ഷേത്രം പ്രസിഡന്റ് ജഗദീശ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഈദുൽ ഇത്തിഹാദ് ദേശീയ ദിനാഘോഷം വർണ്ണാഭമാക്കി ദുബായ് സുന്നി സെന്റർ. ആഘോഷത്തിന്റെ ഭാഗമായി പുറത്താക്കിയ ഇൻസെൻ മാഗസിൻ സയ്യിദ് സിറാജുദ്ദീൻ തങ്ങൾ ഉസ്മാൻ പറമ്പത്തിന് നൽകി പ്രകാശനം ചെയ്തു. ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായി ഫ്ലാഗ് മാർച്ച്, വേൾഡ് ഗിന്നസ് റെക്കോർഡ് നേടിയ ജസീം ഫൈസിയുടെ ഖുർആൻ പ്രദർശനം, വിദ്യാർത്ഥികളുടെ എക്സിബിഷൻ, കലാപരിപാടികളടക്കം നിരവധി പരിപാടികളാണ് സംഘടിപ്പിച്ചത്. UAE-യുടെ ചരിത്രം, പൈതൃകം, സംസ്കാരം, വികസന യാത്ര എന്നിവ പ്രമേയമാക്കി ദുബായ് സുന്നി സെന്റർ മദ്രസ വിദ്യാർത്ഥികളുടെ കലാസാഹിത്യ സൃഷ്ടികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പുറത്തിറക്കിയ ഇൻസൈറ്റ് മാഗസിൻ സയ്യിദ് സിറാജുദ്ദീൻ തങ്ങൾ ഉസ്മാൻ പറമ്പത്തിന് നൽകി പ്രകാശനം ചെയ്തു. സയ്യിദ് അബ്ദുൽ ഹക്കീം തങ്ങൾ അൽ ബുഖാരി, സയ്യിദ് സിറാജുദ്ദീൻ തങ്ങൾ, സയ്യിദ് സക്കീർ ഹുസൈൻ തങ്ങൾ, അബ്ദുൽ ജലീൽ ദാരിമി, TKC അബ്ദുൽ ഖാദർ ഹാജി, സുപ്പി ഹാജി, യൂസഫ് ഹാജി, ഹുസൈൻ ദാരിമി, അബ്ദുൽ ഖാദർ ഫൈസി, ജമാൽ ഹാജി, PP ഇബ്രാഹിം ഫൈസി, ഷറഫുദ്ദീൻ ഹുദവി, അലി ഫൈസി, സക്കറിയ ദാരിമി, അലി ഫൈസി തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. അജാനൂർ ന്യൂ പവർ ലേഡീസ് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. ക്യാഷ് അവാർഡ് വിതരണവും നടത്തി. ന്യൂ പവർ ലേഡീസ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഉന്നത തലങ്ങളിൽ മികവ് തെളിയിച്ച് വിജയം കരസ്ഥമാക്കിയ കൂട്ടായ്മ അംഗങ്ങളുടെ മക്കളായ ആയിഷ കെയും, മെഹക് പർവീൻ ബീഗം, ഫാത്തിമ ജലീൽ, ഖൈറുന്നീസ ടി തുടങ്ങിയവർക്ക് അനുമോദനവും ക്യാഷ് അവാർഡ് വിതരണവും നടന്നു. സൗത്ത് ചിത്താരിയിൽ നടന്ന ചടങ്ങ് അജാനൂർ ഗ്രാമപഞ്ചായത്ത് 21-ാം വാർഡ് മെമ്പർ CK ഇർഷാദ് ഉദ്ഘാടനം ചെയ്തു. പ്രിയപ്പെട്ട കുട്ടികൾ, നമുക്കറിയാം, ഞാൻ 2 ദിവസം മുമ്പ് കുഞ്ഞാമൻ പറഞ്ഞ വിളിച്ച് നമ്മളെ ഇവിടെ പരിപാടിയുണ്ട്. ഞാൻ വിഷയങ്ങൾ എങ്ങനെയാണ് ഉപയോഗമായി നമ്മൾ കുട്ടികളെ ആദരിക്കുന്നതോ ഇവിടെ ഒരു ആദരവ് കൊടുത്തു പോകുന്നൊരു പരിപാടിയാണ്. ഇതാണെങ്കിൽ പറഞ്ഞാൽ അവസാനം വരെ വിളിക്കാൻ പോകും. നമ്മളെ തന്നെ ബോർഡ് മീറ്റിംഗ് ആണെന്നുണ്ടായത്. ബോർഡ് മീറ്റിംഗ് സ്പെൻഡ് ചെയ്തു. കാരണം വെച്ചാൽ ഇവരുടെ ഗൗരവം വെച്ചാൽ ന്യൂ പവർ ലേഡീസ് കൂട്ടായ്മ പ്രസിഡന്റ് ജയലക്ഷ്മി ടീച്ചർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി സക്കീന ബഷീർ സ്വാഗതം പറഞ്ഞു. രക്ഷാധികാരി C കുഞ്ഞാമന വിഷയാവതരണം നടത്തി. അജാനൂർ ഗ്രാമപഞ്ചായത്ത് 16-ാം വാർഡ് മെമ്പർ CH ഹംസ, C കുഞ്ഞബ്ദുള്ള ഹാജി, A ഹമീദ് ഹാജി, M ഹമീദ് ഹാജി, അഹമ്മദ് കിർമാണി, JPHN അമ്പിളി, മോട്ടിവേഷണൽ സ്പീക്കർ റസിയ തുടങ്ങിയവർ സംസാരിച്ചു. അശ്വതി പ്രജിത്ത് നന്ദിയും പറഞ്ഞു. സ്ത്രീകൾ നേരിടുന്ന വിളർച്ച HB പരിശോധനാ ക്യാമ്പും ഇതോടൊപ്പം നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. AKSTU സംസ്ഥാന സമ്മേളനം 2025 ഫെബ്രുവരിയിൽ കാഞ്ഞങ്ങാട്ട് നടക്കും. സമ്മേളനത്തിന്റെ പ്രചാരണാർത്ഥം കാലിച്ചാനടുക്കം തെരുവോര ചിത്രരചന സംഘടിപ്പിച്ചു. ഓൾ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ 28-ാം സംസ്ഥാന സമ്മേളനം 2025 ഫെബ്രുവരി 6, 7, 8 തീയതികളിൽ കാഞ്ഞങ്ങാട്ട് നടക്കും. സമ്മേളനത്തിന്റെ ഭാഗമായി വിദ്യാഭ്യാസ സാംസ്കാരിക സമ്മേളനം, കലാ കായിക മത്സരങ്ങൾ, പ്രതിനിധി സമ്മേളനം, പ്രകടനം, പൊതുസമ്മേളനം, യാത്രയപ്പ് സമ്മേളനം തുടങ്ങിയവ സംഘടിപ്പിക്കും. സമ്മേളനത്തിന് മുന്നോടിയായി കാലിച്ചാനടുക്കത്ത് തെരുവോര ചിത്രരചന സംഘടിപ്പിച്ചു. CPI ജില്ലാ സെക്രട്ടറി CP ബാബു ഉദ്ഘാടനം ചെയ്തു. പരിപാടികൾ ജില്ലയുടെ വിവിധ മേഖലകളിലായി അനുബന്ധ പരിപാടികൾ സംഘടിപ്പിക്കാൻ KSTU അതിൻ്റെ സംഘാടക സമിതി തീരുമാനിച്ചിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ജില്ലാ സ്കൂൾ യുവജനോത്സവ ഉത്സവം നടക്കുമ്പോൾ പച്ചക്കറി വിത്തുകൾ KSTU നേതൃത്വത്തിൽ വിതരണം ചെയ്തുകൊണ്ട് അവിടെ പങ്കെടുക്കുന്ന ആളുകൾക്കെല്ലാം പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും സംഘാടക സമിതി ചെയർമാനുമായ ഭൂപേഷ് K അധ്യക്ഷത വഹിച്ചു. സംഘാടക സമിതി കൺവീനർ GHSS കാലിച്ചാനടുക്കം HM K നാരായണൻ സ്വാഗതം പറഞ്ഞു. KS കുര്യാക്കോസ്, N പുഷ്പരാജൻ, തങ്കമണി, K പത്മനാഭൻ, വിനയൻ കല്ലത്ത്, രാജീവൻ MT, സുനിൽകുമാർ കരിച്ചേരി തുടങ്ങിയവർ സംസാരിച്ചു. സജിയൻ A നന്ദിയും പറഞ്ഞു. ഒരിടവേള കൂടി. എന്താ ഡോക്ടർ, എനിക്കിന്ന് ഡ്രൈവ് ചെയ്യാൻ പറ്റുമോ? ഓ, അതിനെന്താ, ഓഫ് കോഴ്സ്.
കാഴ്ചയ്ക്കൊപ്പം കാഴ്ചപ്പാടും മാറുന്നു. ദി പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ, തളിപ്പറമ്പ്, കാഞ്ഞങ്ങാട്, പയ്യന്നൂർ. Congratulations for your timely good service. All of your good nurses. നിങ്ങളെപ്പോലെ സമർത്ഥരായ നഴ്സുമാരെയാണ് ഈ ഹോസ്പിറ്റലിന് ആവശ്യം. മറ്റുള്ളവരുടെ വേദനകൾ സ്വന്തം വേദനയായി മാറ്റിയെടുത്ത് അവരെ സാന്ത്വനിപ്പിക്കാൻ മനസ്സുള്ളവരാണ് നഴ്സുമാർ. നിങ്ങൾ ഓരോരുത്തർക്കും ആ കഴിവ് ഞാൻ കാണുന്നു. നിങ്ങൾ പഠിച്ചത്, നിങ്ങളെ പഠിപ്പിച്ചത് യൂണിറ്റിയാണ്. ഞങ്ങളിപ്പോൾ അഭിമാനിക്കുന്നു, അതിലേറെ സന്തോഷിക്കുന്നു. ഞങ്ങൾക്ക് കിട്ടിയ ഈ അംഗീകാരം നമ്മുടെ യൂണിറ്റിക്ക് വേണ്ടി സമർപ്പിക്കുന്നു. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, കാഞ്ഞങ്ങാട്, കാസർഗോഡ് ജില്ല. മൻസൂർ ഹോസ്പിറ്റൽ 2 ദശാബ്ദക്കാലം ഉത്തര മലബാറിലെ ആരോഗ്യരംഗത്ത് പ്രൊഫഷണൽ എത്തിക്സിന്റെ മൂല്യങ്ങളുമായി ജനമനസ്സുകളുടെ ഹൃദയത്തുടിപ്പായി മാറിയ മൻസൂർ ഹോസ്പിറ്റൽ കൂടുതൽ സജ്ജീകരണങ്ങളുമായി എന്നും മുൻപന്തിയിൽ തന്നെ. വെൽ എക്സ്പീരിയൻസ്ഡ് ആൻഡ് ഹൈലി ക്വാളിഫൈഡ് ഡോക്ടേഴ്സ്, 100% ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തി അണുവിമുക്ത ഉപകരണങ്ങളുമായി അത്യാധുനിക പ്രസവ ബ്ലോക്ക്, ICU, നിയോനാറ്റൽ ICU, ലാബ്, മെഡിക്കൽ സ്റ്റോർ and most modern operation theatre. Fully furnished AC and non-AC rooms with affordable rate. സേവന തത്പരരും അർപ്പണ മനോഭാവമുള്ള കരുത്തുറ്റ മാനേജ്മെന്റ്. മൻസൂർ ഹോസ്പിറ്റൽ ആൻഡ് സ്കൂൾ ഓഫ് നഴ്സിംഗ്, കാഞ്ഞങ്ങാട്. ഫോൺ 0467220270. 7 ലൈൻസ്. മൻസൂർ ഹോസ്പിറ്റൽ. ഡെഡിക്കേഷൻ, ഡിറ്റർമിനേഷൻ ആൻഡ് ഡിവിനിറ്റി. വിതരണ രംഗത്ത് വടക്കേ മലബാറിലെ ഏറ്റവും വലിയ ഷോറൂം മണി ഹോം നീഡ്സ്. വീട്ടമ്മമാരുടെ അഭിരുചിക്കിണങ്ങിയ വീട്ടുപകരണങ്ങളുടെ കലവറ. സ്റ്റീൽ, ഓട്, അലുമിനിയം പാത്രങ്ങൾ, മിക്സി, ഗ്രൈൻഡർ, ഓവൻ, ക്രോക്കറി, നോൺ സ്റ്റിക്. വിദഗ്ധരായ തൊഴിലാളികൾ മെനഞ്ഞെടുത്ത ലക്ഷ്മി വിളക്ക്, ഉരുളി, നിലവിളക്ക്, കിണ്ടി, ക്ഷേത്രങ്ങളിൽ ആവശ്യമായ മണികൾ, പൂജാപാത്രങ്ങൾ, വലിയ വിളക്കുകൾ, കൂടാതെ വ്യാപാരികൾ, ആരാധനാലയങ്ങൾ, കല്യാണ മണ്ഡപങ്ങൾ, ഡിന്നർ സെറ്റ്, ഹോട്ടലുകൾ എന്നിവയ്ക്ക് ആവശ്യമായ വലിയ അലുമിനിയം പാത്രങ്ങളും ഗ്യാസ് സ്റ്റൗവുകളും ഹോൾസെയിൽ വിലയിൽ ലഭിക്കുന്ന കാഞ്ഞങ്ങാട്ടെ ഏറ്റവും വലിയ പുതിയ സ്ഥാപനം മണി ഹോം നീഡ്സ്. എന്റെ സ്വപ്നങ്ങളിൽ കൂടുതലും എന്റെ യാത്രകളെ കുറിച്ചുള്ളതായിരുന്നു. ഓരോ യാത്രകൾ കഴിയുമ്പോഴും തിരിച്ചു മടങ്ങണമെന്നുള്ള സങ്കടം എനിക്കില്ലായിരുന്നു. എന്തെന്നാൽ ഞാൻ തിരിച്ചെത്തുന്നത് എന്റെ സ്വർഗത്തിലേക്കാണ്, എന്റെ സ്വന്തം വീട്. ഈ വീടെന്ന സ്വപ്നത്തിന് ജീവൻ നൽകിയ ഒരിടമുണ്ട്. The master brain behind my dream. The magical bond between me and my home. D&G Furniture and Interiors, അതിനാൽ കാഞ്ഞങ്ങാട്. ആരത്? നസീമേ, ഇജ്ജ് കേറിവാ മോളെ. അല്ല, പാപ്പക്ക് ഇത്രയും ദൂരമില്ലെല്ലാം കാണും. പിന്നെ കഴിഞ്ഞ 10 വർഷമായിട്ട് ഗ്രാൻഡ് ഒപ്റ്റിക്കൽസിലെ കണ്ണാടയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഓ, എന്നെ ചെറുപ്പാക്കുന്നതും നിന്നെ വലുപ്പാക്കുന്നതും ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്. നിങ്ങൾക്കും പോയിക്കൂടെ ഗ്രാൻഡ് ഒപ്റ്റിക്കൽസിൽ? എന്റെ സെമീറ, ഞാനിത് ഇപ്പൊ തന്നെ പോലായി. നേത്രചികിത്സാ രംഗത്ത് നൂതന സാങ്കേതികതയുമായി കാഞ്ഞങ്ങാട് നഗരത്തിൽ 10 വർഷം പൂർത്തിയാക്കുന്നു ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്. ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ബിഗ് മാൾ, കാഞ്ഞങ്ങാട്. ഞങ്ങളുടെ ബ്രാഞ്ചുകൾ: ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കോട്ടച്ചേരി. ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്, പരപ്പ. ഐ ട്രസ്റ്റ് ഒപ്റ്റിക്കൽസ്, മാണിക്കോട്. വാർത്തകൾ തുടരുന്നു. 3 പതിറ്റാണ്ടോളം പട്ടയത്തിനായി കാത്തി
കാത്തിരുന്ന തൃക്കരിപ്പൂർ ആയിറ്റിയിലെ 23 കുടുംബാംഗങ്ങൾക്ക് ലാൻഡ് ട്രിബ്യൂൺ പട്ടയം അനുവദിക്കുന്നതിന് മുന്നോടിയായി കൈവശ ഭൂമി അളന്നു തിട്ടപ്പെടുത്തി. തൃക്കരിപ്പൂർ പഞ്ചായത്തിന്റെ അധീനതയിലുള്ള ഭൂമിയുടെ രേഖ വർഷങ്ങൾക്ക് മുൻപ് നഷ്ടപ്പെട്ടിരുന്നു. വടക്കേ തൃക്കരിപ്പൂർ വില്ലേജ് ഓഫീസർ TV സന്തോഷിന്റെ നേതൃത്വത്തിൽ 2 ദിവസങ്ങളിലായാണ് അളന്നു തിട്ടപ്പെടുത്തൽ നടപടി പൂർത്തിയാക്കിയത്. പട്ടയത്തിനായി പ്രദേശത്തെ കുടുംബങ്ങളുടെയും വിവിധ സംഘടനകളുടെയും നേതൃത്വത്തിൽ നിരവധി സമരങ്ങൾ നടത്തിയിരുന്നു. ഒടുവിൽ ജില്ലാ കളക്ടർക്ക് നൽകിയ നിവേദനത്തിന്റെ തുടർച്ചയായാണ് കൈവശ ഭൂമി അളന്നു തിട്ടപ്പെടുത്തിയത്. നടപടി വേഗത്തിൽ പൂർത്തിയാക്കാൻ വടക്കേ തൃക്കരിപ്പൂർ വില്ലേജ് ഓഫീസറെ കളക്ടർ ചുമതലപ്പെടുത്തുകയായിരുന്നു. വർഷങ്ങളുടെ കാത്തിരിപ്പിന് പരിഹാരമുണ്ടായതിന്റെ ആഹ്ലാദത്തിലാണ് ആയിറ്റിയിലെ കുടുംബങ്ങൾ. ഉർമിസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കയ്യൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ലിംഗസമത്വ സെമിനാർ സംഘടിപ്പിച്ചു. സാമൂഹ്യ പ്രവർത്തകയും ആക്ടിവിസ്റ്റുമായ ഇഷ കിഷോർ വിഷയാവതരണം നടത്തി. ലിംഗവിവേചനത്തിനെതിരെ പുതുതലമുറയിൽ അവബോധം ജനിപ്പിക്കാനായി സംഘടിപ്പിച്ച സെമിനാർ ശ്രദ്ധേയമായി. കയ്യൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് പരിപാടി നടന്നത്. വർത്തമാനകാലത്തെ ലിംഗവിവേചന ചിന്തകൾ എന്ന വിഷയത്തിൽ സാമൂഹ്യ പ്രവർത്തകയും ആക്ടിവിസ്റ്റുമായ ഇഷ കിഷോർ ക്ലാസ് എടുത്തു. ശരിയായ ദിശയിലുള്ള അവബോധമില്ലാത്തതാണ് പൊതുസമൂഹത്തിൽ ലിംഗനീതി സംബന്ധിച്ച പ്രശ്നങ്ങൾ ഉരുത്തിരിയാൻ കാരണമെന്ന് അവർ അഭിപ്രായപ്പെട്ടു. പ്രിൻസിപ്പാൾ സുധാ PP അധ്യക്ഷത വഹിച്ചു. വിജയൻ, വത്സൻ പിലിക്കോട്, പ്രണാബ് കുമാർ എന്നിവർ സംസാരിച്ചു. ലിംഗസമത്വം സംബന്ധിച്ച സംശയ ദൂരീകരണവും പരിപാടിയുടെ ഭാഗമായി നടന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കുഞ്ചത്തൂർ പീസ് ക്രിയേറ്റീവ് സ്കൂളിൽ ടാലന്റ് ഷോ 2024 സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികളിലെ പ്രതിഭകളെ കണ്ടെത്താൻ സംഘടിപ്പിച്ച പരിപാടി സ്കൂൾ പ്രിൻസിപ്പൽ അബ്ദുൾ ഖാദർ ഉദ്ഘാടനം ചെയ്തു. കുഞ്ചത്തൂർ പീസ് ക്രിയേറ്റീവ് സ്കൂളിൽ വിദ്യാർത്ഥികളിലെ പ്രതിഭകളെ കണ്ടെത്തുന്നതിനായി സംഘടിപ്പിച്ച ടാലന്റ് ഷോ 2024 സ്കൂൾ പ്രിൻസിപ്പൽ അബ്ദുൾ ഖാദർ ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളിലെ കഴിവുകളെ തിരിച്ചറിയാൻ മാത്രമല്ല അവയെ വളർത്താനും ഇത്തരം പരിപാടികൾ സഹായിക്കുമെന്ന് അബ്ദുൾ ഖാദർ പറഞ്ഞു. കല, കായിക, ശാസ്ത്ര, സാഹിത്യ മേഖലകളിൽ കഴിവുകൾ തെളിയിക്കാൻ വിദ്യാർത്ഥികൾക്ക് ഇതുവഴി അവസരം ലഭിച്ചു. ഇവ കൂടാതെ ചിത്രരചനാ മത്സരം, ശാസ്ത്ര പ്രദർശനം, കവിതാ മത്സരങ്ങൾ, മൈം ഷോ, ഡിബേറ്റ് തുടങ്ങിയവയും സംഘടിപ്പിച്ചു. വിജയികളെ മികച്ച സമ്മാനങ്ങൾ നൽകി ആദരിച്ചു. CCA ഇൻചാർജ് ആമിന, അഫ്സന, മിനാസ് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. പരസ്യകലയിൽ 25 വർഷത്തെ സേവന പാരമ്പര്യവുമായി ഓറ ആഡ്സ് അഡ്വർടൈസിംഗ് ഇനി മുതൽ കാഞ്ഞങ്ങാട്ടും. പഴയ ബസ് സ്റ്റാൻഡിന് സമീപം സ്ഥാപനം പ്രവർത്തനം തുടങ്ങി. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ഉദ്ഘാടനം ചെയ്തു. നോർത്ത് മലബാറിലെ ഏറ്റവും വലിയ അഡ്വർടൈസ്മെന്റ് കമ്പനിയായ ഒറാഡ്സ് അഡ്വർടൈസിംഗ് കാഞ്ഞങ്ങാട്ടും പ്രവർത്തനം തുടങ്ങി. ക്ലോത്ത് പ്രിന്റിംഗിന് പുറമെ ഫോട്ടോ ഫ്രെയിംസ്, ലേസർ കട്ടിംഗ്, LED സൈൻ ബോർഡ്, മൊമന്റോസ്, മഗ് പ്രിന്റിംഗ്, വിസിറ്റിംഗ് കാർഡ്, ഇൻവിറ്റേഷൻ കാർഡ്, ലോഗോ ഡിസൈൻ, ചാനൽ ലെറ്റർ ബെൻഡിംഗ്, നോട്ടീസ് തുടങ്ങി വിവിധ സേവനങ്ങൾ ഇവിടെ നിന്നും ലഭ്യമാക്കും. കൂടാതെ അഡ്വർടൈസ്മെന്റിന് ആവശ്യമായ എല്ലാ മെഷീനുകളും ഹോൾസെയിൽ വിലയിൽ ലഭ്യമാക്കും. കാഞ്ഞങ്ങാട് പഴയ ബസ് സ്റ്റാൻഡിന് എതിർവശം കാഞ്ഞങ്ങാട് സെന്റർ കോംപ്ലക്സിലാണ് സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. പരസ്യകലയിൽ 25 വർഷത്തെ സേവന പാരമ്പര്യവുമായാണ് സ്ഥാപനം കാഞ്ഞങ്ങാട്ടും പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത്. നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത സിനിമാ താരം PP കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ, കാഞ്ഞങ്ങാട് നഗരസഭാ കൗൺസിലർമാരായ N അശോക് കുമാർ, KK ജാഫർ, ശോഭ, കാഞ്ഞങ്ങാട് പ്രസ് ഫോറം സെക്രട്ടറി ബാബു കോട്ടപ്പാറ, കാഞ്ഞങ്ങാട് മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് CK ആസിഫ് തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പൂച്ചക്കാട്ട് പ്രവാസി വ്യവസായി MC ഗഫൂർ ഹാജിയുടെ കൊലപാതകം, കൂടുതൽ പേരിലേക്ക് അന്വേഷണം വ്യാപിച്ച് പോലീസ്.
ഇന്ത്യൻ ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറുടെ ചരമദിനം കാസർഗോഡ് ജില്ലയിൽ വിപുലമായ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചു. ദിശ ഹയർ സ്റ്റഡീസ് എക്സ്പോയ്ക്ക് GHSS ചെർക്കളയിൽ തുടക്കമായി. വിദ്യാഭ്യാസ ജില്ലയിലെ 4000-ഓളം വിദ്യാർത്ഥികൾ പങ്കെടുക്കും. FSETOയുടെ നേതൃത്വത്തിൽ ജീവനക്കാർ കാസർഗോഡ് ഇൻകം ടാക്സ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. സമരത്തിൽ നിരവധി പേർ പങ്കെടുത്തു. പിറന്നാൾ ദിനം നീലേശ്വരം നരിമാളം ജ്യോതി ഭവൻ ബദിരമുഖ വിദ്യാലയത്തിൽ കുട്ടികളോടൊപ്പം ആഘോഷിച്ച് പ്രാദേശിക കാർഷിക ശാസ്ത്രജ്ഞൻ P. ദിവാകരൻ കടിഞ്ഞമൂല. കാസർഗോഡ് ജില്ലയിലെ പ്രധാന ദേവീ ക്ഷേത്രമായ ഹോസ്ദുർഗ് മാരിയമ്മ ക്ഷേത്രം വികസനത്തിന്റെ പാതയിൽ പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള നിധി ശേഖരണ ചടങ്ങ് നടന്നു. അജാനൂർ ന്യൂ പവർ ലേഡീസ് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. ക്യാഷ് അവാർഡ് വിതരണവും നടത്തി. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.